எங்களுக்கு early morning 10 மணி. லைட் ஹவுஸ் உயரத்தையும் எங்க லவ் லெட்டர் தாண்டும். பரீட்சையில பதில் எழுத பாதி பேப்பர்ல நொண்டும். சுட்டான நெருப்பு பட்டான பொறுப்பு. ஏத்தி 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 மாத்தி 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 சூதுவாது தெரியாது. இப்ப கூட வீட்டுக்கு தான் போவேன். இந்த காயத்துக்கெல்லாம் அவதான் மருந்து போடுவா. சிம்பத்தி வர்க் அவுட் ஆயிரும். தேங்க்ஸ் டேய். மச்சி மச்சி மோச்சிட்டாண்டா மச்சி மச்சி அடிச்சிட்டாண்டா அண்ணன் நகர டவர் நீடா உனக்கு கேடி சக்கி போரே போட்டுட்டாண்டா சைக்கிள் காப்பு கவுத்திட்டாண்டா ஆட்டி இப்போ உனக்குட்டாண்டா கம்மு கத்தி புரியா. പിന്നെ ഒരു ഫുള്ള് ഇൻസൈഡ് ചെയ്യാൻ കുറച്ച് நெஞ்சில் தீயேத்தி மாத்தி 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 என் ஸ்டைல கொஞ்சம் மாத்தி. ஏத்தி 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 என் நெஞ்சில் தீயேத்தி மாத்தி 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 என் ஸ்டைல கொஞ்சம் மாத்தி. சுதுவாது தெரியாது சுத்தம் பத்தம் கிடையாது. ராஜா நான் ராஜா என் பேட்டை கைப்ரமே ராஜா. ராஜா நான் ராஜா என் சாலை எங்கிலும் ரோஜா. ராஜா நான் ராஜா கடுமண்டா ராஜா. ராஜா நான் ராஜா என்னை தாண்டி பொழுங்கடா ராஜா. என் நெஞ்சல் தீயேத்தி மாத்தி 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 என் ஸ்டைல கொஞ்சம் மாத்தி. பங்கடிச்சு தெரிஞ்சுக்குவோமே கடைசியில படிச்சுக்குவோமே. சன்ரைஸ் ஆய் பார்த்ததில்ல கண்ணின் மணி எங்களுக்கு early morning 10 மணி. லைட் ஹவுஸ் உயரத்தையும் எங்க லவ் லெட்டர் தாண்டும். பரீட்சையில பதில் எழுத பாதி பேப்பர்ல நொண்டும். சுட்டான நெருப்பு பட்டான பொறுப்பு. ஏத்தி 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 என் நெஞ்சில் தீயேத்தி மாத்தி 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 என் ஸ்டைல கொஞ்சம் மாத்தி. சூதுவாது தெரியாது சுத்தம் பத்தம் கிடையாது. தண்டால தினம் எடுப்போமே பஸ்கியும் தான் பல அடிப்போமே. ஆர்னால்ட போல ஏத்து ஹம்ச பாப்போம். ஏதாச்சும் சண்டை வந்த ஆப்ஸ் கொண்டாவோம். ரவுண்டு கட்டி கிளப்புங்கடா ரத்தம் சூடாக இருக்கு. பவர் கட்டி நொறுக்குங்கடா பறக்க ரெக்கைகள் எதுக்கு. காட்டாடி போல போவாண்டா மேல. ஏத்தி 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 மாத்தி 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 சூதுவாது தெரியாது சுத்த பத்தம் கிடையாது. ராஜா நான் ராஜா ராஜா நான் ராஜா ராஜா நான் ராஜா
ராஜா நான் ராஜா என்னை தாண்டி கொடுக்கடா ராஜா. സോങ്ങിന്റെ ഏകദേശം 2 സോങ് വന്നില്ല അടുത്ത്. സംഭവം അല്ലെ, ആ ഒരു ഭയങ്കര ആ ഒരു ഇമോഷൻ സാധനം ജേർണിയാണ് കേട്ടോ. അതായത് ഫസ്റ്റ് എന്നെ കാണിച്ചിട്ടുള്ള ആ ഒരു, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടായിരിക്കത്തുള്ളൂ. കാരണം അതിനകത്ത് സോങ്സ് ആണ് എനിക്ക് ഭയങ്കര ഫെമിലിയർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ആ പറയുന്ന രീതി അങ്ങനെയായിരിക്കുന്നു. പക്ഷെ ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയാ, വിനയ് താണ്ടി വരുവായ ഞാൻ മൂവി കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം വേറൊരു മൂവി അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വിനയ് താണ്ടി വരുവായുടെ വൈബ് എന്താ പറയുക നമുക്ക് അറിയാലോ, അതും ഒരു ഇമോഷണൽ ഒരു സംഭവം തന്നെയാണ് അല്ലേ, റൊമാൻറ്റിക് ജേർണിയാണ് ശരിക്കും. ഇതിലെന്ന് പറയുന്നത് ശരിക്കും ആ ഒരു അച്ഛൻ മകൻ, എനിക്ക് തോന്നുന്നു ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. കാരണം എല്ലായിടത്തും മറ്റു ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ലവ് ഒക്കെ ഉണ്ട്, അമ്മയുടെ മറ്റേ ലവ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അച്ഛൻ മകൻ സംഭവം അത് ഇപ്പോഴും ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ആ ഒരു 1-2 സ്ഥലത്ത് ആ ഒരു ഫോക്കസ് ഷോട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് സൂര്യണ്ണന്റെ അച്ഛന്റെ അടുത്തുള്ള ഒരു ഇഷ്ടവും സംഭവങ്ങളും അമ്മ എന്നെ അവിടെ നോക്കിക്കുന്ന ഒരു ഷോട്ട് നല്ല വൃത്തിയായി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മെമ്മറി റീകളക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോഴും, പിന്നെ അച്ഛനാണെങ്കിലും പിന്നെ പറയണ്ട, ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മകനെ, ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ. അതാണ്, അതായത് ആ ഒരു ലോറി ഓടിക്കുന്ന സമയത്ത് അവരും പറയുന്നുണ്ട് എന്റെ മകനുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ ഓടിച്ചോളാം. അത്ര അത് ഒരു റിസ്ക് എടുക്കാനും താല്പര്യമില്ല ആൾക്ക്. അന്ന് ലോസ്റ്റ് ആയ സമയത്ത് പോലും പിന്നെ ഇനി ഒരിക്കലും കൈവിടില്ല എന്നൊക്കെയാ പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താ പറയാ, മകന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റേ ഇതാണ്, അമ്മേന്റെ അടുത്ത് ചില കാര്യങ്ങൾ ഒഴിച്ചു വെച്ചാലും സംഭവം ചെയ്തു കൊടുക്കും. അത് മകനോട് ഭയങ്കര എന്തോ ഒരു കാര്യമുണ്ട്, എന്തോ ഒരു ഇഷ്ടമാണ്. പിന്നെ അത് 2 പേർക്കും ഉണ്ട്. ആ മകനും അതേപോലെ തന്നെ ആ ഒരു സംഭവം ഉണ്ട്, ഒന്നും ഒളിച്ചു വെക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം അവരുടെ ഒരു ജേർണിയാണ് കേട്ടോ കാണിക്കുന്നതിനകത്ത്. മലയാളം ടച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവൻ സൂര്യണ്ണനോട് മലയാളം ഇവൻ എന്തോ അത് പെർഫെക്റ്റ് മലയാളത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷെ അതിന്റെ സ്ലാങ് ഉപയോഗിക്കാൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട് അല്ലെ. സ്ലാങ് നന്നായിട്ട് യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. റിയലിസ്റ്റിക് ഫീൽ കിട്ടും ചെയ്യും. അദ്ദേഹം തന്നെ പറയുന്ന ആ ഒരു സംഭവം വരുന്നുണ്ട്. തമിഴ് ടച്ചുള്ള ഒരു എന്താ പറയാ, അങ്ങനെ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ അതിന് പെർഫെക്റ്റ് എന്ന് പറയാം ആ ഒരു ഏരിയയില്. പക്ഷെ ആൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ആ ഒരു കണക്ഷനും കാണിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ചു ഒറ്റപ്പാലം തന്നെയാണ്, ഞാൻ ആലോചിച്ചിട്ടാണോ പറഞ്ഞത്. പിന്നെ മറ്റേത് വേറെ കാണിച്ചു തമിഴ്നാട്ടിലും എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലാണ് കണക്ഷൻ ഉണ്ട് തോന്നുന്നുണ്ട് ആൾക്ക്. അപ്പോ നമുക്ക് പക്ഷെ നമ്മള് പുള്ളിയുടെ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം മലയാളിയാണ്. വേറെ കാര്യം പിന്നെ മലയാളം മൂവീസിലൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. പിന്നെ എന്തായാലും ആ ഒരു നല്ലൊരു സംഭവമല്ലേ, ആ ഒരു അച്ഛന്റെ റൊമാൻറ്റിക് സ്റ്റോറിയും സംഭവങ്ങളൊക്കെ കാണിച്ചും കഴിഞ്ഞ് നല്ല ഗംഭീര സോങ്ങും കഴിഞ്ഞ് മുന്നന്തിന്നാ വരുന്നത്, മുന്തിനും പാർത്തേന്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഏത്തി സോങ്, അത് അച്ഛന്റെയും മകന്റെയും സോങ് കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് എനിക്ക് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. ആള് ആ മിഷന് പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആലോചിക്കുന്നതാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ലൈഫില് നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് എന്താ വരുന്നത് നമുക്ക് നോക്കാം. കാരണം വേറെ കുറെ ആളുകളൊക്കെ ഉണ്ട്. സമീറ റെഡ്ഡി വരണം, പിന്നെ ആണെന്നുണ്ടെങ്കിൽ രമ്യ വരണം. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കേട്ടോ, അച്ഛനും മകനും 2 പേരും ഡിഫറെന്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ടിങ് സംഭവം ഇല്ലേ, അത് വേറെ ലെവലാണ്. കാരണം ബാക്കി നമ്മളിപ്പോ GVMന്റെ ഷോർട്ടും സംഭവങ്ങളൊക്കെ പറഞ്ഞാലും അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. കാരണം ഭയങ്കര ലൈവ് ഫീലാണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഇവരുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് സൂര്യണ്ണന്റെ ആ 2 ക്യാരക്ടർ രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് ഒറ്റ ഫ്രെയിമിൽ തന്നെ കാണിച്ചപ്പോ നമുക്ക് മനസ്സിലായി. 1 ഫ്രെയിമിൽ തന്നെ 2 പേരും കാണിക്കുമ്പോഴും അത് അപ്പുറത്തേക്കുന്ന സൂര്യണ്ണനാണ് നമുക്ക് തോന്നില്ല. നമുക്ക് മനസ്സിലറിയാം ദാറ്റ് ഈസ് ഹിം, പക്ഷെ എന്നാലും നമുക്ക് അത് വേറൊരാളാണെന്നുള്ളൊരു ഫീലാണ്. അച്ഛൻ ക്യാരക്ടർ ഭയങ്കര സ്പെഷ്യൽ ആണ്, ഭയങ്കര സ്പെഷ്യൽ ഫീൽ നമുക്ക് കിട്ടുന്നില്ലേ. നമ്മളറിയില്ല ഓ അങ്ങനത്തെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ല ആ ഒരു അച്ഛൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു അച്ഛനാണെങ്കിൽ പൊളിച്ചേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അച്ഛൻ ക്യാരക്ടറാണ് ശരിക്കും. പിന്നെ മകനാണെന്നുണ്ടെങ്കിലും ഭയങ്കര എന്താ പറയാ, മകൻ എന്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. അതാണ് സംഭവം. അതായത് ഒരിടത്ത് എന്താ പറയാ നോന്ന് ഫുള്ളായിട്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും എന്താ പറയാ അതല്ലേ പറഞ്ഞത്, അവരെ വേണമെങ്കിൽ വീട്ടിലോട്ട് വിളിച്ചിട്ട് അതായത് ലോക്കലായിട്ട് വെറുതെ പുറത്തുനിന്ന് സംസാരിക്കേണ്ട, ചെറിയ വീടാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ നിന്ന് സംസാരിക്കാന്നുള്ളതാണ്. എന്തിനും ആ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത സീനില് എന്താ വരാൻ വേണ്ടി പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവി നമ്മള് പോളിട്ട സമയത്ത് ഇറ്റ് വാസ് വിത്ത് എന്താ പറയാ വേറെ കുറെ അധികം നല്ല നല്ല അതും എന്താ എല്ലാ ഹിറ്റ് മൂവീസിന്റെ കൂടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതില് ഹയർ പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ഇൻ ദിസ് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. കാരണം ഐ വാസ് ഷോക്ക്ഡ്. ആദ്യം ഈ മൂവിക്ക് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, അതിനുശേഷം ഞാൻ വിചാരിച്ചത് ഇത് എങ്ങനെയാ കേറി എന്നുള്ളത്. അപ്പൊ എന്തായാലും കുറെ കമന്റ്സും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മൂവി എന്തോ എല്ലാവർക്കും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ ചെയ്തത്. അപ്പോഴത്തെ വീഡിയോയിലേക്ക് കാണാം.